ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി അവൻ ക്ഷമയോടെ കാത്തിരുന്നു. പ്രിയ ദൈവ പൈതലെ, ജോസഫ് എന്ന വ്യക്തിത്വത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ സഹിഷ്ണുത ഏറ്റവും ശ്രേഷ്ഠതയേറിയതാണ്. അങ്ങനെയുള്ള സഹിഷ്ണുത നമ്മുടെ ലൈഫിൽ അതൊരു പാഠമാകേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി നിലനിൽക്കുകയാണ്. 2 സ്വപ്നങ്ങൾ കണ്ടു. ഈ സ്വപ്നങ്ങൾ ഭവനത്തിൽ പറഞ്ഞ അന്നാണ് തൻ്റെ ജീവിതത്തിൻ്റെ മേൽ ശത്രുത ആരംഭിച്ചത്. ഇതുപോലെ തന്നെ നമ്മളും ചില നന്മകളൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിലെ നാം അറിയാത്ത ശത്രുക്കളെ ജനിപ്പിക്കാൻ കാരണമായി തീർന്നത്. അങ്ങനെ അവർ മുമ്പോട്ട് യാത്ര ചെയ്തപ്പോൾ ഒരു വേള അപ്പൻ പറഞ്ഞതനുസരിച്ച് നല്ല ആഹാരമൊക്കെ ആയിട്ട് സഹോദരങ്ങളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ സ്വപ്നക്കാരൻ വരുന്നു. നമ്മുടെ സഹോദരൻ വരുന്നു എന്നല്ല അവർ പറഞ്ഞേ, സ്വപ്നക്കാരൻ കടന്നു വരുന്നു. കാരണം അവൻ്റെ കയ്യിൽ നിന്ന് അവൻ കൊണ്ടുവന്ന ആഹാരം പിടിച്ചു വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചെടുത്ത് മിഥ്യാന കച്ചവടക്കാർക്ക് ഇട്ടുകൊടുത്തു. അവൻ അവിടെ പോയി വർഷങ്ങൾ കടന്നുപോയി. അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കലവറകൾ കർത്താവ് പല ആവർത്തി തുറന്നിട്ടു. അവിടെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ജോസഫ് വിശ്വസ്തനായി നിന്നു. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ ദൂതനുസരിച്ച് മുമ്പോട്ട് പോയ ജോസഫ് ഫറവോൻ കഴിഞ്ഞാൽ ആ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരി, സകല അധികാരവും ജോസഫിന് ലഭിച്ചിരിക്കുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ജോസഫ് അധികാരത്തിലിരിക്കുമ്പോൾ ജോസഫിന് തൻ്റെ വീട്ടിൽ പോയി അപ്പനെയും സഹോദരങ്ങളെയും ഒക്കെ പോയി കാണാനുള്ള അവകാശം ഉണ്ടായിരുന്നല്ലോ? ഉണ്ട്. പക്ഷെ അവനത് ചെയ്തില്ല. എന്തിനു വേണ്ടി? ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടി അവൻ ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ ഒരു നാൾ താൻ ആദ്യം കണ്ട സ്വപ്നം പോലെ തന്നെ ഒരു കറ്റ നിവരെ നിൽക്കുന്നു, ബാക്കി 11 കറ്റയും നമസ്കരിക്കുന്നു എന്ന നിലയിൽ സഹോദരങ്ങൾ തൻ്റെ മുമ്പിൽ വന്ന് മുഴങ്കാൽ മടക്കി നിൽക്കുന്ന ചെറിയ പ്രായത്തിൽ താൻ കണ്ട ആ സ്വപ്നത്തിൻ്റെ നിവർത്തി തൻ്റെ മുമ്പിൽ നടക്കുമ്പോൾ താൻ വല്ലാണ്ട് നെടുവീർപ്പെട്ട് മാറിപ്പോയി കരയുന്ന സാഹചര്യത്തെ വചനത്തിനകത്തിൽ കൂടെ കാണുന്നു. പ്രിയ ദൈവപൈതലേ, ഇതുപോലെ നിന്റെ ജീവിതയാത്രയ്ക്കകത്ത് നിനക്ക് ദൈവത്തെ വിശ്വാസമുണ്ട് എങ്കിൽ, ആ ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വാസമുണ്ട് എങ്കിൽ നിശ്ചയമായും വെയിറ്റ് ചെയ്യുക. അത്ഭുതങ്ങളുടെ പരമ്പര തന്നെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ആരംഭിക്കാനുള്ള സമയമായി. അതിനുവേണ്ടി ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ മുമ്പോട്ട് ചുവടുവെക്ക്. നിന്റെ പ്രാർത്ഥനയും ഉപവാസവും കണ്ണുനീരും അത് വൃഥാവായി പോകത്തില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൻ്റെ മേൽ ശ്രേഷ്ഠമായി നിറപടിയായി തന്നെ വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ.